നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SEC കേസ് ഫയൽ എക്സ്പ്ലനേഷൻ പാർട്ട് 2ന്റെ മൂന്നാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് തെളിയിക്കാൻ പോകുന്നത് ഫൗണ്ടേഴ്സ് മുടക്കിയ മെമ്പർഷിപ്പ് തുകയായ $97 നമ്മൾ തന്നെ അറിയാതെ എങ്ങനെയാണ് ഒരു ഇല്ലീഗൽ ഇൻവെസ്റ്റ്മെന്റായി ആഷ് മുഫാരെ കൈക്കലാക്കിയത് എന്നതിനെക്കുറിച്ചാണ്. ഇതും SECയുടെ കേസിന്റെ കുറ്റപത്രത്തിലെ 4ാമത്തെ പേജ് മുതൽ പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണമാണ്. ഈ പാർട്ടിൽ ഹ്യൂമാനിറ്റി എന്ന വൈകാരിക മുഖം ധരിച്ച് ആഷ് മുഫാരെ ഫൗണ്ടേഴ്സിനെ എങ്ങനെ വഞ്ചിച്ചു എന്ന യാഥാർത്ഥ്യവും അവതരിപ്പിക്കുന്നതാണ്. ഓൺ പാസീവ് ഈ ലോകത്ത് വന്നത് എന്ത് പറഞ്ഞിട്ടായിരുന്നു? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയും വലിയ ഒരു IT കമ്പനിയുടെ ഫൗണ്ടർഷിപ്പിനു വേണ്ടി വെറും $97 മുടക്കി ഒരു ഐഡിയ എടുക്കൂ. പിന്നീട് കമ്പനിയുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തതിനു ശേഷം ഹ്യൂമാനിറ്റിയുടെ അഥവാ മാനവികതയുടെ പേരിൽ നിങ്ങൾക്ക് ഈ കമ്പനിയുടെ വരുമാനത്തിന്റെ ലാഭവിഹിതം ഒരു ജോലിയും ചെയ്യാതെ തീർച്ചയായും പാസീവ് വരുമാനമായിട്ട് ജീവിതകാലം മുഴുവൻ ലഭിക്കും. അതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കുകയും ശേഷം നിങ്ങൾ മുഖേന ഈ ലോകത്തിന്റെ ദാരിദ്ര്യം തുടച്ചു നീക്കുകയും ചെയ്യുക എന്നൊക്കെയായിരുന്നല്ലോ ആഷ് മുഫാരയുടെ വാഗ്ദാനങ്ങൾ. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആഷ് മുഫാരെ പറഞ്ഞതുപോലെ നിങ്ങൾ $97 മുടക്കൂ, ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റിയുടെ പേരിൽ ദാനമായി ഒരു റിസ്ക്കുമില്ലാതെ ഒരു ജോലിയും ചെയ്യാതെ വരുമാനം തരും എന്ന് പറഞ്ഞാൽ ഇതിനെ ദാനം അല്ലെങ്കിൽ മാനവികത എന്ന് നിയമത്തിന്റെ കണ്ണിൽ പറയുകയില്ല. പകരം നിങ്ങൾ മുടക്കിയ $97 ഇൻവെസ്റ്റ്മെന്റിന് ലാഭവിഹിതം തരുക എന്നാണ് പറയുക. കാരണം ഇപ്പോൾ ആ $97 ഒരു ഇൻവെസ്റ്റ്മെന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഫൗണ്ടേഴ്സിനെ ഇവിടെ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. എന്നാൽ മാനവികതയുടെ പേരിൽ ദാനമായി പണം തരും എന്ന് ആഷ് മുഫാരെ പറയണമെങ്കിൽ ഫൗണ്ടേഴ്സിൽ നിന്നും ഒരു പണവും മേടിക്കാൻ പാടില്ലായിരുന്നു. അത് കമ്പനിയുടെ ഇഷ്ടപ്രകാരം അവർ അർഹതപ്പെട്ടവർക്ക് വിഹിതിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഏതൊരു രാജ്യത്തെയും നിയമവ്യവസ്ഥ. ഇത് പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമായിരുന്നു. ഓക്കെ, ഇനി ഓൺ പാസീവ് ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആയിരുന്നു എന്ന് തന്നെ വെക്കാം. അതിന് നിയമപരമായി തെറ്റൊന്നുമില്ല. പക്ഷേ ഓൺ പാസീവിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് രീതി നിയമവിരുദ്ധമായി മാറിയത് എങ്ങനെയായിരുന്നു? ഉത്തരം, നിയമത്തിന്റെ മുന്നിൽ പ്രോഡക്റ്റ് ഒന്നും ലോഞ്ച് ആവാതെ തന്നെ ഓൺ പാസീവ് ഇപ്പോൾ ഓൾറെഡി ഫൗണ്ടേഴ്സിൽ നിന്നും പണം മേടിച്ച് ഫൗണ്ടർഷിപ്പ് ക്ലോസ് ചെയ്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആയിട്ടാണ്. അല്ലാതെ ഗവൺമെന്റിന്റെ കണ്ണിൽ ഒരു ദാനം ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടല്ല. SECയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഇവർ പ്രോഡക്റ്റ് ഒന്നും പൂർണ്ണമായി റെഡിയാവാതെ പബ്ലിക്കിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചത് തന്നെ നിയമപരമായി കുറ്റമായിരുന്നു. മാത്രമല്ല, ഗവൺമെന്റ് ഭാവിയിൽ എന്ത് എന്നല്ല നോക്കുന്നത്, മറിച്ച് പബ്ലിക്കിൽ നിന്നും എന്നു മുതൽ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുന്നത് തുടങ്ങിയോ അന്നു മുതൽ തന്നെ ഇവരുടെ കമ്പനിക്ക് ഏത് പ്രോഡക്റ്റാണ് റെഡിയായിട്ടുള്ളത് എന്നാണ് ഗവൺമെന്റ് നോക്കുന്നത്. പക്ഷേ ഓൺ പാസീവിന്റെ ക്രൂരത അതിലും അപ്പുറത്തായിരുന്നു. ഫൗണ്ടർഷിപ്പ് ക്ലോസ് ചെയ്ത് വർഷങ്ങളോളം കഴിഞ്ഞിട്ടും കമ്പനി പൂട്ടുന്നതുവരെയും അത് ഈ നിമിഷം പോലും കമ്മിങ് സൂൺ എന്ന നാടകവാചകം പറഞ്ഞ് ഫൗണ്ടേഴ്സിന്റെ ക്ഷമയെ മൂലധനമാക്കി അവർ വഞ്ചിക്കുകയായിരുന്നു. നമ്മളെ പറ്റിക്കുന്ന ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷും മാന്യതയൊക്കെ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരും കേരളത്തിലുള്ള സാധുക്കളെല്ലാം ചിന്തിക്കുന്നത്, ഓ, നമ്മളൊരു ഇന്റർനാഷണൽ IT കമ്പനിയുടെ ഭാഗമായി മാറി, നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, ഇവരൊക്കെ നല്ല ആളുകളാണ്, നമ്മളെ പറ്റിച്ചു വേണ്ടല്ലോ അവർക്ക് ജീവിക്കാൻ, അവർ നമ്മളെ സഹായിക്കാൻ വന്നവരാണ് എന്നൊക്കെയാണ് ചിന്തിച്ചത്. എല്ലാം ഒരു മായയായിരുന്നു. പറഞ്ഞു വന്നത്, ഓൺ പാസീവിന്റെ ഈ ഇൻവെസ്റ്റ്മെന്റ് രീതി ഇല്ലീഗൽ ആവാൻ ഏറ്റവും വലിയ കാരണം എന്തായിരുന്നു? നമ്മൾ എപ്പോഴും പറഞ്ഞതുപോലെ ഓൺ പാസീവ് ഒരു കാരണവശാലും SECയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി പബ്ലിക്കിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും SECയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. SECയുടെ എല്ലാ നിയമങ്ങളും പാലിക്കണം. അതില്ലാതെ USAയിൽ ഒരു കമ്പനിക്കും പബ്ലിക്കിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാനും പ്രവർത്തിക്കാനും അനുവാദമില്ല. അങ്ങനെ ചെയ്താൽ അത് കുറ്റകൃത്യമാണ്, ഇല്ലീഗൽ ഒഫൻസ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. SECയിലെ ഏറ്റവും കർശനമായ നിയമം എന്തായിരുന്നു? വിശദമായി നമ്മൾ ഒരു തവണ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുന്നു. ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഒരിക്കലും നിക്ഷേപിച്ച പണത്തിന് ഉറപ്പായ വരുമാനം വാഗ്ദാനം ചെയ്യരുത്. കാരണം ബിസിനസ്സിൽ ഉറപ്പ് എന്ന ഒരു വാക്കില്ല, പിന്നെ യാതൊരു റിസ്ക്കുമില്ല, ജീവിതകാലം മുഴുവൻ വരുമാനം വരും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ഒരിക്കലും ജനങ്ങൾക്ക് കൊടുക്കുവാൻ പാടില്ല. എല്ലാ അപകട സാധ്യതകളും തുറന്നു പറയണം, ഇല്ലെങ്കിൽ അതെല്ലാം നിയമപരമായി കുറ്റമാണ്. പക്ഷേ ഓൺ പാസീവ് എന്തു ചെയ്തു? ഇതെല്ലാം ചെയ്തു. അപ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ, എന്തുകൊണ്ടായിരുന്നു ഓൺ പാസീവ് SECയിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്ന്. ഓൺ പാസീവ് SECയിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഓൺ പാസീവിന്റെ കള്ള വാഗ്ദാനങ്ങളുമായി ഈ ഫ്രോഡ് കമ്പനി ഈ ലോകത്ത് തന്നെ വരില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ വിശ്വസിച്ചിരുന്നതുപോലെ ഓൺ പാസീവ് പാതി വഴിയിൽ അവരുടെ മാനേജ്മെന്റിന്റെ പിഴവുകൾ മൂലം പൊളിഞ്ഞുപോയ ഒരു കമ്പനിയല്ലായിരുന്നു.
തുടക്കത്തിൽ തന്നെ മാന്യനായി ആട്ടിൻതോലിട്ട ചെന്നായിയുടെ വേഷമണിഞ്ഞ് ഈ ലോകത്തെ ജനങ്ങളെ വഞ്ചിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ വന്ന ആഷ് മുഫാരെ എന്ന കൊടും ക്രിമിനലിന്റെ പദ്ധതിയായിരുന്നു ഇതെല്ലാം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓൺ പാസിവിന്റെ തട്ടിപ്പിന്റെ ബേസിക്കായ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി വരുന്ന പേജുകളിൽ പറയുന്ന കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകുവാനും അത് മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ. സോ പ്ലീസ് വെയിറ്റ് ഫോർ ദ കണ്ടിന്യൂവേഷൻ പാർട്ട്. താങ്ക് യു.